എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഊണിൻ്റെ കുറച്ച് റെസിപ്പികൾ നോക്കാം. നമ്മൾ ഒരുപാട് നാളായി ഒരു ലഞ്ച് മെനു അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉള്ള നാടൻ കറികളും കൂട്ടിയിട്ടുള്ളൊരു ഊണാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഈ ഒരു വീക്കെൻഡ് തയ്യാറാക്കിയൊരു ഊണാണ്. അപ്പോൾ ഈ ഒരു ഊണിൽ നമ്മൾ നാടൻ ഊണാകുമ്പോൾ മട്ടേരി അതാണ് ഏറ്റവും അതിന് ചേരുന്നത്. അപ്പോൾ മട്ടേരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലിട്ട് നന്നായിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ഊറ്റിയെടുക്കുന്നത്. പ്രഷർ കുക്കറിൽ ഈ അരി ഇപ്പോൾ ഞാനങ്ങനെ വെക്കാറില്ല, ഒരുപാടങ്ങ് വെന്ത് പോകും, പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട്. ആ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് മീനൊന്ന് എടുത്ത് വെള്ളത്തിലിടുകയാണ്. അപ്പോൾ മീനിവിടെ നമ്മൾ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഫേസ്ബുക്കിൽ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഹോം ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മീൻ മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന മീനുകൾ 2 ഉണ്ട്. ഒന്ന് കിളിമീൻ, അല്ലാന്നുണ്ടെങ്കിൽ കോര, ചെമ്പല്ലി, പുതിയാപ്പിള എന്നൊക്കെ പറയുന്ന ഒരു മീനാണ്. പല പേരിൽ ഈ ഒരു മീൻ അറിയപ്പെടും. നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊരു സീബ്രീം എന്ന് പറഞ്ഞൊരു മീൻ കൂടി എടുക്കുന്നുണ്ട്. ഇത് കറി വെക്കാനാണ്, കിളിമീൻ വറക്കാനാണ്. അപ്പോൾ സീബ്രീം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. കറി വെക്കാനും വറക്കാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെ അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫിഷ് കറി മീൽസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കറിയുടെ കൂടെ പോകുന്ന ഒരു കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്ന കാച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ കടയിൽ കിട്ടിയ കാച്ചിലാണ്, നല്ല വേവുന്ന അടിപൊളി കാച്ചിലാണ്. അപ്പോൾ 2ാമത്തെ തവണയാണ് ഞാനിവിടെ കാച്ചിൽ മേടിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവും, ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് ഉള്ള കാച്ചിലാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് നമുക്കൊരു കറി വെക്കാം. ചെറുപയറും കാച്ചിലും കൂടി ഇട്ടിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കാച്ചിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇടുക. അപ്പോൾ നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തല്ല ഈ ഒരു കാച്ചിലെടുക്കുന്നത്. പ്രഷർ കുക്ക് ചെയ്താൽ ഇതങ്ങ് അളിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കാച്ചിലും ചെറുപയറും കൂടിയിട്ടുള്ള ഒരു കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. കാച്ചിലിന് പകരം നിങ്ങൾക്ക് ചേന, കായ, മത്തങ്ങ ഒക്കെ ഈ ഒരു കറിയിൽ ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരുന്നൊരു കാച്ചിലാണ്. അപ്പോൾ കാച്ചിലവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പയറൊന്ന് വേവിച്ചെടുക്കാം. പയർ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴിയുന്ന ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു 3-4 വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഒരു കാച്ചിൽ അതുപോലെ പയറും വേവാനായിട്ട് വെച്ചു. അതുപോലെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ മീൻ ഇവിടെ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുടംപുളി, അതുപോലെ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് പുരട്ടിയെടുക്കാം. മീൻ പുരട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിൽ കൂടി ഇതിൽ നമ്മൾ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഈ ഒരു മീൻ വറുത്തതിന് കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായമാണ്. കായവും പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, പച്ച പെരിഞ്ജീരകം പൊടിച്ചത്, അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഈ ഒരു മീൻ വറുത്തതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പം പുറത്തൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ, ഹോട്ടൽ എന്ന് പറയുമ്പോൾ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഉള്ളൊരു ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. ഈ ഒരു റെസിപ്പി നമ്മുടെ നാട്ടിലുള്ള ഒരു ആൻറ്റി, സരസമ്മ ആൻറ്റി എന്നാണ് പേര്, ആൻറ്റിയാണ് എനിക്കിങ്ങനെ പറഞ്ഞത്. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് അവർ മീൻ വറക്കുന്നത്, അതാണ് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ ഒരു മീൻ വറക്കുമ്പോൾ കായം, പെരിഞ്ജീരകം ചേർക്കാറുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, അതിൻ്റെ കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് പുരട്ടി ഒന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് ഇനി നമുക്ക് മീൻ കറി വെക്കാം. മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടികെട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പലതരത്തിൽ മീൻ കറി നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ മുളക് കറിയാണ് വെക്കാറുള്ളത്. മുളക് കറി, അതുപോലെ തേങ്ങ അരച്ച കറി, വറുത്തരച്ച കറി, മീൻ പീര പറ്റിച്ചത്, അങ്ങനെയൊക്കെ പല രീതിയിലും മീൻ കറി വെക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഓപ്ഷനിലാണ്, ഇഞ്ചി വെളുത്തുള്ളി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം.
കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് കറിവേപ്പില എടുക്കാറുള്ളത്. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടികൾ വറുത്തെടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടുള്ള ഉലുവയോ നിങ്ങൾക്ക് കടുക് വറുക്കുമ്പോൾ ഇടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ ഈ ഒരു കാച്ചിൽ ചെറുപയർ കറിയുടെ ഒക്കെ കൂടെ മുളക് കറിയാണ് ഏറ്റവും നന്നായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുളക് കറി വെച്ചത്. അപ്പോൾ ഈ ഒരു തിളപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ ഒരു മീനിലേക്ക് ഇട്ടിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ മീൻ കറി വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്ടി എൻ്റെ ഒരു സെറാമിക് ഹോബാണ്. അപ്പോൾ അതിൽ വർക്കാവുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇതിൽ വർക്കാവുന്നതെന്ന്. എൻ്റെ അടുപ്പെന്ന് പറയുന്നത് ഇൻഡക്ഷൻ ബേസ്ഡ് അല്ല, സെറാമിക് ഹോബാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വർക്കാവുന്നുണ്ട്. ഇനി ഈ ഒരു ചെറുപയർ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, 3 ചെറിയുള്ളി. ഇത്രയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു സമയത്ത് പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പയറും അതുപോലെ കാച്ചിൽ വേവിച്ചതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പിട്ടിട്ട് നമുക്കിതൊന്ന് കറിയാക്കി എടുക്കാം. അപ്പോൾ കാച്ചിൽ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. കാച്ചിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. സ്ത്രീകൾ പ്രത്യേകിച്ചും കഴിക്കേണ്ട ഒരു റൂട്ടാണ് കാച്ചിൽ. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുമ്പോൾ ഒക്കെ അത് കഴിക്കണം, നല്ലതാണ്. ഇതിലേക്ക് നമ്മൾ ചെറുപയർ പുഴുങ്ങിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ കാച്ചിൽ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ അരപ്പിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കളറ് പോരാതെ വരുമെന്ന് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി അരച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം, ഒട്ടും തന്നെ തരികളില്ലാതെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഇരിക്കും തോറും കുറച്ചൊന്ന് കട്ടിയായി വരും, കാരണം കാച്ചിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കാച്ചിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മത്തങ്ങയൊക്കെ ചേർക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കാച്ചിലും ചേനയൊക്കെ ഈ ഒരു കറിയിലേക്ക് ചേർക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാടങ്ങ് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തൊഴിക്കാം. ഈ ഒരു സമയത്ത് മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ടിട്ട് ഈ ഒരു ചാറ് ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അതുപോലെ ഇരിക്കും തോറും നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഇട്ട് വരും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ ഒരു പയർ കറിക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കേണ്ടത്. അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് താളിച്ച് നമുക്ക് ഒഴിക്കാം. ഈ ഒരു ചെറിയ ഉള്ളി നമ്മുടെ നാട്ടിലെ അതേ ചെറിയ ഉള്ളിയാണ്. അപ്പം ഈ പ്രാവശ്യം ഇന്ത്യൻ കടയിൽ നിന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളി കിട്ടി. നമ്മുടെ നാട്ടിലെ മിക്ക പച്ചക്കറികളും ഇവിടെ അങ്ങനെ കിട്ടില്ല, ചില സമയങ്ങളിൽ മാത്രമാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി കുറേ നാളുകൾക്ക് ശേഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുക് വറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു ചീനിച്ചട്ടിയാണ്. അത് സീസൺഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടിയതാണ്. നമ്മൾ മയക്കൊന്നും എടുക്കേണ്ടി വന്നില്ല, പക്ഷേ കോട്ടിംഗ് ഒന്നും ഇല്ലാത്തതാണ്. ശരിക്കുള്ള അയണിൻ്റെ ഒരു പാത്രമാണ്. ആ ഒരു സമയത്ത് ചോറും വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കൂടാതെ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് മിക്കവാറും നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കിയിട്ടുള്ളത്. വട്ടത്തിൽ അരിഞ്ഞ് ചെയ്യാറുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ചുകൂടെ അധികം പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരു ദിവസം ഇടാം. വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു സവാളയും 1-2 പച്ചമുളകും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക.
ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. നമ്മളിതിൽ പൊടികളോ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു സമയത്ത് നമുക്ക് മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. വലിയ മീനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ ചെറിയ മീനൊക്കെ വറക്കുമ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ പാത്രത്തിലാണ് വറക്കുന്നത്. കുറച്ച് എണ്ണയിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു മീൻ കൂടുതലും വറക്കാനാണ് നല്ലത്. കറി വെക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ഒരുപാടങ്ങ് കറി തിളയ്ക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കറി വെക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പം വറക്കാണ്. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളാണ്. എങ്കിൽ കൂടി കുറച്ച് പേരൊക്കെ നമുക്ക് ഇതുപോലെ ലഞ്ച് മെനു അപ്ലോഡ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ നാളായി നമ്മൾ ഇതുപോലൊരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിൽ ഈ ഒരു കാച്ചിലും ചെറുപയറും കൂടിയിട്ടുള്ള കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്